Saigoman, everybody. എന്തോ കുഴപ്പമുണ്ടല്ലോ. Everybody, yeah. അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ അല്ലേ? ഞാനത് പറയാൻ വരുമായിരുന്നു. ഇനി നടക്കപ്പോറത് യുദ്ധം. താനും മോള് മാത്രല്ലേ ഉള്ളൂ വീട്ടില്. ഇനിയാണ് എന്റെ ഷോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പടമൊന്നുമല്ല. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. ഫാമിലി പടമെന്നൊന്നും പറഞ്ഞ ആരും വരാതിരിക്കണ്ട. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ലേ, അത് തന്നെ. ഇത് വെറും ഒരു തുടക്കം മാത്രം. ആ തുടർന്ന് നിർത്തിയത് തുടക്കത്തില് ഇത് വേറൊന്നുമല്ല. പ്രണവ് മോഹൻലാലൊന്നും ഈ കൊച്ചിന്റെ മുമ്പിൽ ഒന്നുമല്ല. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇപ്പൊ വിസ്മയെ കുറിച്ച് എല്ലാവരും ഭയങ്കര നെർവസ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ വന്ന് ഈ സിനിമ കാണണം, അപ്പൊ അറിയാം എങ്ങനെയുണ്ടെന്നുള്ള. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. അടിപൊളി ഫൈറ്റ് ഒക്കെ നന്നായിട്ടുണ്ട്. എനിക്കത് കേട്ടാ മതി. മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഗേൾസ് എന്നുള്ളതിന് ഒരു മെസ്സേജാണ് ശരിക്കും മൂവി. ഇപ്പോ ഇച്ചിരി സന്തോഷായില്ലേ? നല്ല സൂപ്പർ മൂവി. ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ ജനറേഷനിൽ ഗേൾസ് ഒക്കെ കണ്ടിരിക്കേണ്ട മൂവിയാണ്. മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, നല്ലത് എന്ത് കണ്ടു കഴിഞ്ഞാലും അത് അംഗീകരിക്കും. അടിപൊളി പടം. ഓണം വിസ്മയെ തൂക്കി. ലാലേട്ടന്റെ ക്യാമിയോ ഒക്കെ എങ്ങനെയുണ്ട്? ലാലേട്ട കിടില്ല, അടിപൊളിയാവും. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ വരുന്ന പോർഷൻ നമ്മൾ നോക്കാനാണെങ്കിൽ ആ സമയത്ത് മ്യൂസിക് ഇട്ട് അങ്ങേരിങ്ങനെ എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ ഡയലോഗ് ഡെലിവറിയും എക്സ്പ്രഷനും എല്ലാം കൊണ്ട് അതൊരു തീപ്പൊരി സീനായിരുന്നു. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. ഇതൊരു കുഞ്ഞു കഥയാണ്, ചെറിയൊരു കഥ. ഒരച്ഛനും മോളും, അവർക്കൊരു പട്ടിയുണ്ട്. അവരൊരു നാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വെച്ച് അവര് വളരെ എൻഗേജിംഗ് ആയി അവതരിപ്പിച്ചു. അവിടെയാണ് ഈ ടെക്നീഷ്യൻസിന്റെ ക്വാളിറ്റി, ജൂഡ് ആന്റണി ജോസഫ് അടക്കം ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആൾക്കാരുടെയും ക്വാളിറ്റി വരുന്ന അവിടെയാണ്. അങ്ങനെ മൊത്തത്തിൽ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഒട്ടും മോശമാക്കിയിട്ടില്ല. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. മൊത്തത്തിൽ സിനിമ എനിക്കൊരു വാച്ചബിൾ സിനിമയാണ്. ഒരു രസമുണ്ട്, ഒരു ഓളമുണ്ട്. എസ്പെഷ്യലി ലാലേട്ടനൊക്കെ വരുന്ന ആ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പടം മുതലായി. എന്തോ ഇഷ്ടമാണ് ആ മനുഷ്യനെ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്.